+2 ശേഷം വേഗത്തിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു കോഴ്സ് തിരയുകയാണോ നിങ്ങൾ? കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാഷൻ മേഖലയിലും കമ്പ്യൂട്ടർ മേഖലയിലും ഗവൺമെന്റ് അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഫാഷൻ ലോകത്ത് ഏറ്റവും വേഗത്തിൽ തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. കമ്പ്യൂട്ടർ രംഗത്ത് വിവിധ കരിയറുകൾ സ്വന്തമാക്കുവാനായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങി നിരവധി കോഴ്സുകൾ. കൂടാതെ ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് ഡിസൈനിംഗ്, ഡിപ്ലോമ ഇൻ വെൽനസ് ക്രാഫ്റ്റ് ബേക്കർ എന്നീ കോഴ്സുകളും. 2024 വർഷത്തെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനുകൾക്കായി ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ട്, ജൂബിലി ജംഗ്ഷൻ, ഫോർട്ട് കൊച്ചി. ഫോൺ 0484 222 7217. മൊബൈൽ 730 686 7141. പറവൂർ പാലത്തിന്റെ ഉയരക്കുറവ് ബോട്ടും കടന്നുപോകാത്ത സ്ഥിതി. ദേശീയപാത 66 ആറുവരിപ്പാതയിൽ പുതുതായി നിർമ്മിക്കുന്ന പറവൂർ പാലത്തിന്റെ ഉയരക്കുറവ് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. ഉൾനാടൻ ജലഗതാഗത പാതയുടെ പുതിയ പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിച്ചതിന് അടിയിലൂടെ മുസിരിസ് ടൂറിസം ബോട്ട് പോലും കടന്നുപോകില്ലെന്ന് കണ്ടെത്തി. പാലത്തിൽ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങിയപ്പോഴാണ് തീരെ ഉയരക്കുറവിലാണ് പാലം പണിയുന്നതെന്ന് കണ്ടെത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവത്തിന്റെ ഗൗരവം ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തി. ഇതേ തുടർന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ എം കെ രാജു, പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത്, ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോകുമാർ, പൊതുപ്രവർത്തകനായ NM പീയേഴ്സൺ, മുസിരിസ് കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. മുസിരിസിന്റെ ഇതുവഴി യാത്ര ചെയ്യുന്ന ബോട്ടിന്റെ മുകൾ ഭാഗം പാലത്തിന്റെ അടിയിൽ മുട്ടി. വേലിയിറക്ക സമയത്ത് പോലും ബോട്ട് സവാരി നടത്താനാവില്ലെന്ന് കണ്ടെത്തി. ജലനിരപ്പിൽ നിന്നും കേവലം 2.5 മീറ്റർ മാത്രം ഉയരമേ ഉള്ളൂ എന്ന് അളവെടുപ്പിൽ ബോധ്യപ്പെട്ടു. സമീപമുള്ള 47 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് പാലത്തിന് ജലനിരപ്പിൽ നിന്ന് 7 മീറ്ററും രാജഭരണകാലത്ത് പണിത മരപ്പാലത്തിന് 5 മീറ്ററും ഉയരമുള്ളതായി കണ്ടെത്തി. മഴക്കാലത്ത് വെള്ളം ഉയർന്നാൽ പുതിയ പാലത്തിന് അടിയിലൂടെ വഞ്ചികൾക്ക് പോലും കടന്നുപോകാനാവില്ല. കൂടാതെ വെള്ളപ്പൊക്കമുണ്ടായാൽ വലിയ ദുരന്തങ്ങൾക്കിടവരും. ഉയരക്കുറവ് വ്യക്തമായ സാഹചര്യത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതിനായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് കളക്ടറുടെ ചേംബറിൽ യോഗം വിളിച്ചിട്ടുള്ളതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. NHI ഉദ്യോഗസ്ഥരും കരാർ കമ്പനിക്കാരും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. NH 66 ബന്ധപ്പെട്ട മേഖലയിൽ പണിയുന്ന പുതിയ പാലങ്ങളുടെ ഉയരം, വീതി എന്നിവ കൂടി പരിശോധിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.